മണപ്പുറം കലോത്സവം മണപ്പുറം സമീക്ഷയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 7, 8 തീയതികളിൽ നാട്ടിക ശ്രീനാരായണ ഹാളിൽ വെച്ച് നടക്കുന്ന മണപ്പുറം കലോത്സവം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ വെച്ച് നാട്ടിക SM കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS ജയ ഉദ്ഘാടനം ചെയ്തു. CG അജിത് കുമാർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ TR ഹരി, VK ജ്യോതി പ്രകാശ്, VN രണദേവ്, TS സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കലോത്സവത്തിന്റെ ഭാഗമായി നാട്ടിക മണപ്പുറത്തെ പ്രമുഖ ചിത്രകാരന്മാരുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരായ പ്രചരണത്തിന്റെ ഭാഗമായി ചിത്രപ്രദർശനവും ചിത്രരചനയും സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് ശ്രീരഞ്ജിനി കലാക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഒരുപക്ഷെ ഒരു വർഷം മുമ്പായിരുന്നെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നതെങ്കിൽ ദിനേശൻ സാറും ഹാരി സാറൊക്കെ പറഞ്ഞത് കുറച്ചൊരു അതിശയോക്തിയല്ലേ എന്ന് ഞാൻ ചിലപ്പോൾ വിചാരിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു വർഷം ദിവസവും 1500-ഓളം കുട്ടികളെ കാണുന്ന എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, അവർ രണ്ടുപേരും പറഞ്ഞത് വളരെ കുറവായി പോയി എന്ന്. കാരണം അത്രയ്ക്ക് മാത്രമാണ് ലഹരി നമ്മളുടെ ക്യാമ്പസുകളെ പിടിമുറുക്കിയിട്ടുള്ളത്. ഒട്ടും അതിശയോക്തിയില്ല. ഇന്നിവിടെ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. ലഹരിക്കെതിരെ ചിത്രരചനാ മത്സരം, അതുപോലെ നമ്മുടെ കൊച്ചു കൂട്ടുകാരിവിടെ നിന്ന് പാടിയ സ്വാഗതഗാനം എല്ലാം വളരെ മനോഹരമായിരുന്നു. അപ്പൊ നമ്മള് ഇവിടെ തൃപ്രയാറ് ഹാരി സാർ പറഞ്ഞതുപോലെ തൃപ്രയാറ് പോലീസിന്റെ ലഹരി വിരുദ്ധ സേനകളുടെ ഒരു ഹോട്ട്സ്പോട്ടായി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന ചെറിയ പ്രവൃത്തി പോലും വളരെ വലിയ ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ പണ്ട് 70-കളിലൊക്കെ ചോദിക്കുന്ന ഒരു ഇന്റലക്ച്വൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് ബ്രസീലിലെ പൂമ്പാറ്റകളുടെ ചിറകടി അമേരിക്കയിലെ ടെക്സസിൽ ടൊർണാഡോ കൊടുങ്കാറ്റുണ്ടാക്കാൻ കഴിയുമോ ചിറകടിക്ക് എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കാറുണ്ട്. അതായത് അതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചെറിയ ചലനങ്ങൾ പോലും ചിലപ്പോ അതിന്റെ അലയടികൾ നീണ്ടു പോയി വലിയ ഇഫക്റ്റ് ഉണ്ടാക്കും ചിലപ്പോ. അല്ലാതെ പൂമ്പാറ്റകളുടെ ചിറകടി ടൊർണാഡോ ഉണ്ടാക്കുമോ എന്നുള്ളത് ഒരു ലിറ്ററൽ ആയിട്ടുള്ള ഒരു അക്ഷരാർത്ഥത്തിലുള്ള ചോദ്യമല്ല. പക്ഷെ ഒരു ചെറിയ നമ്മൾ ട്രിഗർ ചെയ്യുന്ന ചെറിയൊരു കാര്യം പോലും ചിലപ്പോൾ വലിയൊരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് ഞാൻ ഇവിടുത്തെ ചിത്രരചനയെ കാണുന്നത്. കാരണം അത്രയധികം നമ്മൾ പല കാര്യങ്ങളിലേക്കും നമ്മൾ തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു. നമ്മൾ നമ്മളുടെ കുട്ടികളെ കലയിലേക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. നമ്മൾ അവരെ ചിത്രരചനയിലേക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. നമ്മൾ അവരെ പുസ്തകങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാവരും കുറച്ചു മുമ്പ് വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. സ്വീഡനിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്. അതിൽ അവർ പറഞ്ഞത് ഞങ്ങള് ടെക് ഫസ്റ്റ് ആവുന്ന രാജ്യമാണെന്നാണ്. സ്വീഡൻ എല്ലാത്തിനും മുന്നിലാണ്. നമുക്കറിയാം, ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സ്വീഡൻ. അവിടുത്തെ കുട്ടികളുടെ പഠന നിലവാരം യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളെക്കാൾ വളരെ മുകളിലാണ്. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യം, അവിടുത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യം, നമുക്ക് ഇത്രയധികം സ്മാർട്ട് ആവണ്ട, നമ്മൾ പുസ്തകങ്ങളിലേക്ക് തിരിച്ചു പോകണം. അവിടെ നഴ്സറി കുട്ടികൾ വരെ ടാബ് കയ്യിൽ കൊണ്ടുവരുന്ന കുട്ടികളാണ്. ടാബാണ് അവർ, കാരണം അവർ അത്രയും ടെക്കീസാണ്, ടെക് സാവി ആയിട്ടുള്ള ഒരു നേഷനാണ്. എല്ലാവരുടെ കയ്യിലും ടാബും മൊബൈലും എല്ലാം വെരി സ്മാർട്ട്, ഭയങ്കര സ്മാർട്ടാണ്. എല്ലാം സ്മാർട്ട് ഫോൺ, സ്മാർട്ട് വാച്ച്, എല്ലാ തരത്തിലുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. പക്ഷെ ആ സ്മാർട്ട്നെസ് ഇപ്പൊ അവരെ ശരിക്കും സ്മാർട്ട് എന്നുള്ളൊരു വേറൊരു അർത്ഥം കൂടിയുണ്ട്. നമ്മുടെ മുറിവ് നമ്മളെ വേദനിപ്പിക്കുന്നതിനെ നമ്മൾ പറയാത്തത് വുണ്ട് സ്മാർട്ട് ചെയ്യുന്നു എന്നാണ് പറയാ, വേദനിപ്പിക്കുന്നത്. അതുപോലെ അവരുടെ സ്മാർട്ട്നെസ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കുട്ടികൾ തമ്മിൽ എത്രത്തോളം നമ്മൾ ടെക്കായി പോയാലും, എത്രത്തോളം
പാസ്സായി പോയാലും അതിലൊരു ഹ്യൂമൻ ടച്ചിന്റെ ഒരു കുറവുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. ഓരോ നടന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് എന്ന മഹാവിപത്ത് ആരെയും തിരിച്ചറിയാത്തൊരു കാലം. അമ്മയേത്, സഹോദരിയേത്, അമ്മൂമ്മയേത് എന്നൊക്കെ തിരിച്ചറിയാൻ, കൂട്ടുകാരാണ് കൂട്ടുകാരിയേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കാലഘട്ടത്തിൽ എല്ലാം ഉപഭോഗ വസ്തുക്കളാക്കി മാത്രം കാണുന്ന ഒരു തലമുറ വലിയ രീതിയിൽ നമ്മുടെ തെരുവുകളെ കീഴടക്കുന്നു. അതിനെതിരെ കൂടി വലിയ രീതിയിലൊരു സമര പോരാട്ടത്തിൽ തെരുവുകളെ സജീവമാക്കിക്കൊണ്ട് ചിത്രകല, പാട്ട്, തുടർന്ന് നാടകങ്ങൾ, തുടർന്ന് വരുന്ന പരിപാടികൾ അതെല്ലാം വലിയ രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ തെരുവുകളെയും നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളിൽ നന്മകളെയും തിരിച്ചു പിടിക്കാനുള്ള വലിയ ദൗത്യത്തിലാണ് മണപ്പുറം സംരക്ഷ ഏർപ്പെട്ടിരിക്കുന്നത്.